ഫിലിം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫറാണ് കേട്ടോ ഇതെല്ലാം. ലേസ്, ഫ്രൂട്ടി ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ അവർ അവിടെ ഇരുന്നോളും. കാശിയിരിക്കും. പക്ഷെ കേശു മുൻപൊക്കെ പോയ സമയത്ത് കരച്ചിലായിരുന്നു. ഇത്തവണ എങ്ങനെയാണെന്ന് അറിയില്ല. സഹാറ സെൻറ്ററിലാണ് കേട്ടോ നമ്മൾ ഫിലിമിന് പോകുന്നത്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. കാശി ചാടിത്തുള്ളി പോകുന്നുണ്ട്. ഇപ്പം പോയേനെ ചെടിച്ചട്ടീനകത്ത്. സഹാറ സെൻറ്ററിൻ്റെ ഉൾവശമാണ് കേട്ടോ ഇത്. ഞങ്ങൾ കുറച്ച് സമയം താഴത്തെ ആ വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ മെല്ലെ നടന്നു. 10:15 ഫിലിം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 9:30 കഴിഞ്ഞിട്ടാണ്. കാശിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടാൽ അവിടെ നിന്നിട്ട് അവന് ഫോട്ടോ എടുക്കണം. അത് മസ്റ്റാണ്. ഇവിടെയാണ് കേട്ടോ ഈ പ്ലേ ഏരിയ. ആ കാണുന്നില്ലേ അഡ്വഞ്ചർ ലാൻഡ് എന്ന്. അതാണ് ഇവിടുത്തെ പ്ലേ ഏരിയ. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫിലിം കാണാൻ വന്നിരിക്കുന്നത്. ഏട്ടാ, ഈ ചാടിത്തുള്ളി പോകുന്ന കരയാൻ വേണ്ടിയിട്ടല്ലേ? ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഫിലിമിന് വേണ്ടി പോകേണ്ടത്. ഹോളിഡേയും കൂടെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കായിരുന്നു. ക്യൂ ആയിരുന്നു ഇവിടെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലക്കിന് കിട്ടിയതാണ് ഈ ഒരു ടൈമിൽ. എൻ്റെ ചിരി കാരണം സാധാരണ പോകുന്നുണ്ട്. സീറ്റിലെത്തുന്നതിന് മുൻപേ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ആ സമയത്ത് കേശു ചെറുതായിട്ടൊന്ന് പോവാന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല.
ദമ്മ്, തണ്ണി, കഞ്ച. ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമയാ? ഇഷ്ടപ്പെട്ടില്ല. യേശുവിന്റെ സിനിമ ഇഷ്ടപ്പെട്ടോ? സിനിമ കഴിഞ്ഞതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല സിനിമയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. സിനിമ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും സമയം 1:15 സിനിമ കണ്ട് കേശവൻ ഉറങ്ങി. എന്നിട്ട് പറ, പടം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് പറയൂ, റിവ്യൂ പറയൂ. നടന്നുകൊണ്ട് പറഞ്ഞാൽ മതി. നടന്നു വന്ന് ഫിലിം കണ്ടിട്ട് നടന്നു തന്നെ തിരിച്ചു പോകുന്നു. കാശിക്ക് നടക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഓഫറാണ് ഫ്രൂട്ടി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്താൻ പോവാണ്. നല്ല മൂവിയാണ്, ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ മൂവി. എല്ലാവരും ഉണ്ട് പറഞ്ഞ പോലെ തന്നെ. ഏറ്റവും പൊളിച്ചത് നിവിൻ പോളി തന്നെയാണ്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് നിവിൻ പോളി കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് ധ്യാൻ ശ്രീനിവാസനും പ്രണവും തമ്മിലുള്ള ഒരു ഹൃദയത്തിലൊക്കെ പറഞ്ഞത് ലവിൻ്റെ ഒരു പ്രണയത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് രണ്ടുപേരും നമ്മളുടെ ഫ്രണ്ട്ഷിപ്പാണ്. എന്തായാലും നല്ല ഓരോ പടമായിരിക്കും. എന്തായാലും എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ. കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു സിനിമ.